താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്കു മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഓപ്ഷൻ ബി ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? ഓപ്ഷൻ സി ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ജനകൻ. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ തനയൻ, ആത്മജൻ, തനുജൻ. തീ അധികം കനൽ എന്നത് ചേർത്തെഴുതുക. ഓപ്ഷൻ സി തീ കനൽ. രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. ഓപ്ഷൻ ഡി രാജർഷി. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി സുധ. 800 എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി എൺ അധികം 100. കൂപമണ്ഡുകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി ലോക വിവരമില്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ബി വാരിധം. ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ ഡി ശിഥിലം. വിപരീത പദം എഴുതുക. വിയോഗം. ഓപ്ഷൻ എ സംയോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ഡി പക്ഷി. ചേർത്തെഴുതുക. ദു അധികം ജനം. ഓപ്ഷൻ സി ദുർജനം. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി മഞ്ഞ്, നിഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഓപ്ഷൻ സി ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ. പിരിച്ചെഴുതുക. അവൻ. ഓപ്ഷൻ സി ആ അധികം അൻ. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ ആഖ്യാനം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. എവ്രി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ എഴുതുക. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഓപ്ഷൻ ബി.